ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് കൂവപ്പൊടി വീട്ടിലുണ്ടാക്കിയല്ലോ. ഒരു ചിലവുമില്ല, വളരെ ഈസിയാണ് കേട്ടോ. എന്നാ വാ നമുക്ക് പറമ്പിൽ പോയിട്ട് നല്ല കൂവ കിളച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല കാട്ടുകൂവയാണ്. കൂവ 3 ടൈപ്പ് ഉണ്ട്: നീലക്കൂവ, അതേപോലെ വെള്ളക്കൂവ, മഞ്ഞക്കൂവ. അപ്പോൾ ഇത് ഒരു നീലക്കൂവയാണ്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇലയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ കൂവ ഇങ്ങനെ പറമ്പിലിങ്ങനെ നിറയെ കാണും. അതായത് ഇതിൻ്റെ ചെടി ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൂവ കിളച്ചെടുക്കുക. ഈ ഒരു വേനൽക്കാലം ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ കൂവ കിളയ്ക്കാറ്. അപ്പോൾ നമുക്ക് കൂവ എന്ത് ചെയ്യാം, കിളച്ചെടുക്കാം കേട്ടോ. മിക്ക പറമ്പിലും കൂവ കാണാറുണ്ട്, പക്ഷേ പലർക്കും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് തന്നെ ആരും അങ്ങനെ എടുക്കാറില്ല. ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള കൂവയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇനി ഇത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ കളയണ്ട. കിലോയ്ക്ക് 1000-1300 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഉമ്മയാണ് കേട്ടോ എനിക്ക് ഈ കൂവൊക്കെ കളിച്ചു തന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്ത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കൂവേൻ്റെ കണ്ട എന്ന് പറയും. അപ്പോൾ ഇതിലാണ് കൂടുതൽ 100 കിട്ടുക. അപ്പോൾ നമുക്ക് കൂടുതൽ കണ്ട മാത്രമല്ല, കൂവേൻ്റെ ഇഞ്ചിയും കിട്ടിയിട്ടുണ്ട്. ഇഞ്ചി എന്ന് പറയുകയാണെങ്കിൽ ആ കണ്ടയില്ലാത്ത മറ്റേ ഭാഗം കേട്ടോ. ഇനി നിങ്ങൾ കൂവ കിളച്ചെടുക്കുമ്പോൾ ഇതേപോലുള്ള കണ്ട വേണം കൂടുതലായിട്ട് കിളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ഇതിലാണ് കൂടുതലായിട്ട് നമുക്ക് 100 കിട്ടുക. ഞാനിത് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, നല്ല മണ്ണായിരുന്നു. അതൊക്കെ കഴുകി ക്ലീൻ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ തൊലി കളയണം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിങ് എന്താണെന്ന് കാണാം. അപ്പോൾ നമ്മൾ മുഴുവൻ കൂവേൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തൊലിയൊക്കെ നല്ല നീറ്റായിട്ട് കളയുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് കാണാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ വെജിറ്റബിളൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ബ്ലേഡ് വെച്ച് തന്നെയാണ് ഞാനിതും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ബ്ലേഡ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇത് കണ്ടേൻ്റെ ഭാഗം കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം നല്ല നീല കളറിലെ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നല്ല 100 ഇതിൽ നിന്ന് കിട്ടുക. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, ഇത് മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കൂവ എല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് മിക്സിയിലോട്ടേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ അരച്ചതൊക്കെ നമ്മൾ ഒരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നല്ലപോലെ കൈവച്ച് ഇളക്കുക. ഇതിപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മളിത് സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കൈവച്ചിട്ട് നല്ലതുപോലെ ഇളക്കുമ്പോൾ ആ 100 ഇങ്ങനെ അടിയിലേക്ക് വരും കേട്ടോ. ഇനി നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ച് വേണം നമുക്കിത് അരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്. ഞാൻ മറ്റൊരു പാത്രത്തിൽ ഇങ്ങനെ തുണി കെട്ടിയിട്ട് അതിലാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ മോള് എന്നെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ അരച്ച് വെച്ച എല്ലാ കൂവയും ഇതുപോലെ അരിച്ച് മാറ്റി വെക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ഇത്രയും നമുക്ക് കൃഷിയൊന്നും ചെയ്യാതെ നമ്മളെ പറമ്പിൽ കിട്ടുന്ന കൂവൊക്കെ എന്താ ഇത്രയും പൈസ എന്ന്. മറ്റൊന്നല്ല കേട്ടോ, ഇതിൻ്റെ പ്രോസസ്സിങ് കൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പൈസ കൂടാൻ കാരണം വലിയ പാടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമാത്രമല്ല, വളരെ ഔഷധ ഗുണമുള്ള ഒരു പൊടി കൂടിയാണ് നമ്മുടെ കൂവപ്പൊടി. ഒരുപാട് റെസിപ്പിയൊക്കെ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. കൂവ കാച്ചിയതും അതേപോലെ ഹൽവയും അതേപോലെ പുഡിങ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം അരിച്ചു മാറ്റി വെക്കാം. കായ് വെച്ചിട്ട് നല്ലതുപോലെ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ബാക്കി ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് തുണി വെച്ചിട്ട് ലാസ്റ്റ് പിഴിഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ലപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാനാണെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിക്കണം കേട്ടോ. ഇതിപ്പോൾ വീട്ടാവശ്യത്തിനായത് കൊണ്ടാണ്. അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ ഒരു വേസ്റ്റൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിച്ചു മാറ്റിയ ആ ഒരു വേസ്റ്റാണ് ഇത്. അതിലേക്ക് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അരിച്ചെടുക്കുന്നുണ്ട്. ആ അരിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ അരിച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ നേരത്തെ അരിച്ചതും അതേപോലെ ആ വേസ്റ്റ് അരിച്ചതിൻ്റെയും രണ്ടും കൂടിയുള്ള വെള്ളമാണ് നമ്മളിപ്പം ബക്കറ്റിലാക്കി വെച്ചിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വെക്കും. അതായത് വെള്ളം നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇത് ഊറാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ എന്ത് ചെയ്യും, ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും.
അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അടിഭാഗത്തിൽ ഈ ഒരു നൂറുണ്ടല്ലോ അതിങ്ങനെ ഊറി വരും എന്ന് പറഞ്ഞാൽ അടിയിൽ ഇങ്ങനെ നൂറിങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടിയിൽ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൂവയുടെ നൂറ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കും. ഈ വെള്ളം ഒഴിച്ചിട്ട് ഈ കൂവേൻ്റെ കയ്പ്പ് മാറുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴാണോ കയ്പ്പ് മാറുന്നത് അതുവരെ നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒരു 2-3 മണിക്കൂർ ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആ വെള്ളവും കൂടി ഒഴിവാക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അതിലേക്ക് വെള്ളം ഒഴിക്കുക. നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു കയ്പ്പ് എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 7 തവണ വെള്ളം ഒഴിച്ച് മാറ്റിയപ്പോഴാണ് നമുക്ക് ആ ഒരു കയ്പ്പ് പോയത്. എന്നിട്ട് 7ാമത്തെ തവണ നമുക്ക് ആ ഒരു നൂറ് എന്ത് ചെയ്യും, ഇതേപോലെ കിട്ടും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ കയ്പ്പാണെങ്കിൽ നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്താൽ മതി. ഇനി കയ്പ്പില്ലെങ്കിൽ എന്ത് ചെയ്യുക, വെള്ളം ഊറ്റിയിട്ട് ഈ ഒരു നൂറ് എന്ത് ചെയ്യുക, നമ്മൾ നേരെ വെയിലത്ത് കൊണ്ടുപോയി വെക്കുക. ഞങ്ങൾ ഒരു 7 തവണ വെള്ളം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ നൂറാണ് ഇത് നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതേപോലെ ഉറച്ചിട്ടാണ് ഉണ്ടാകുക. ഇനി നമ്മൾ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ വെച്ചതാണ്. അപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഉറച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വെയിലൊന്നും കൊണ്ടാൽ പോരാ കേട്ടോ, ഒരു 4-5 വെയിലൊക്കെ കൊണ്ട് നല്ലപോലെ ഉണങ്ങണം. ഇപ്പോൾ ഇത് നല്ലപോലെ ഉറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, നല്ലോണം അടർത്തി മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഇത് അടർത്തി മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല പൗഡറായിട്ട് വന്നില്ലേ, കാണാൻ നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഞാനും മോളുമാണ് ഇത് ചെയ്തത്. അപ്പോൾ മോളിങ്ങനെ വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അവളെ കയ്യിൽ നിന്ന് പിടിച്ച് മാറ്റി വീണ്ടും വേഗം ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പോലെ സ്പൂൺ വെച്ച് ഇളക്കിയെടുക്കുക. എന്നിട്ട് 4-5 നല്ല വെയിൽ കൊണ്ടിട്ട് നല്ല ഫൈനായിട്ട് ഉണങ്ങി കിട്ടണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇതിപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നല്ലോണം വെയിൽ കൊള്ളണം. അപ്പോൾ വെയിൽ കൊണ്ട് നല്ല ഫൈനായിട്ട് ഉണക്കിയെടുക്കുക. നല്ല വെയിലാണെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ടൊക്കെ നല്ലപോലെ ഉണങ്ങി കിട്ടും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക. വീട്ടമ്മമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലെ കൂവൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പുറത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.